ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപത്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഭേഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ. സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപ, ആയുരാരോഗ്യം, ശാന്തിയും സമാധാനവും ഈ ലോക ജീവിത നന്മകളും ഭഗവാനെ അറിയാനുള്ള ഉൾക്കാഴ്ചയും അറിവും ജ്ഞാനം എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എനിക്കുള്ള കമൻസ് തന്ന മക്കളെ എല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു. എല്ലാവരുടെയും പേരുകൾ ഭഗവാൻ അന്നേരം തന്നെ ഞാൻ പറഞ്ഞ് അറിയിക്കുന്നുണ്ട്. നമുക്ക് ഇനി ഒരു ദിവസം എല്ലാവരുടെയും പേര് ഞാൻ പറയാം. എല്ലാവരും, കാരണം ഒത്തിരി എല്ലാ മക്കളും എപ്പോഴും തന്നെയാണല്ലോ, അപ്പോൾ പിന്നെ അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നാലും ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ ഞാനത് എല്ലാവരുടെയും മക്കളുടെ പേര് പറയും. ഭഗവാനിൽ അർപ്പിക്കാനും വേണ്ടി തന്നെയാണ്. അതുമല്ല, ജഗദമ്മ എന്ന് പറയുന്നൊരു മകള് അവിടെ കമൻസ് കേട്ടാൽ അവരുടെ കൃത്യനിഷ്ഠയും അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്ന അത് അക്ഷരം പ്രതിയാണ് അവരുടെ അനുഭവങ്ങൾ. അതങ്ങനെ ആയിത്തീരണം എല്ലാ മക്കളും. അതാണ് യഥാർത്ഥത്തിൽ ഭഗവാനോടുള്ള ഭക്തി, ആ അറിവ് നേടണം. അതായത് നമ്മളിവിടെ എന്താണ് നമ്മൾ പറയുന്നത്, ഭഗവത്ഗീതയിലായാലും ഭാഗവതത്തിലായാലും അത് അക്ഷരം പ്രതി അവരത് അത് പ്രവൃത്തിയിലാക്കി വരുന്ന ഒരു മകളാണ്. അതുകൊണ്ടാണല്ലോ അതെല്ലാം അങ്ങനെ കാര്യങ്ങൾ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മക്കളുണ്ട് ഇതിനകത്ത്. എല്ലാവരുടെയും പേര് പറയുമ്പോൾ സമയമില്ല. അതുകൊണ്ട് ആ ഒരു മകളുടെ അഭിപ്രായം ഇന്ന് ഞാൻ വായിച്ചു. അത് എല്ലാ ദിവസവും ഉണ്ട് ആ അഭിപ്രായങ്ങൾ. അതുപോലെ എല്ലാ മക്കളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വന്നെങ്കിലേ എനിക്ക് അതിനെപ്പറ്റി പറയാനും പറ്റൂ. അതുകൊണ്ട് അനുഭവങ്ങൾ വേണം ഇതിനകത്ത് കമൻസ് ചെയ്യാൻ. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഭാഗവത കീർത്തനം അല്ല, എൻ്റെ അച്ഛൻ എഴുതി പണ്ട് പാടിയിട്ടുള്ള അന്ന് കേട്ട് മനസ്സിലാക്കിയ ഒരു നാമമാണ്. കൃഷ്ണൻ്റെ വർണ്ണനയാണ്, ഭഗവാനെ വർണ്ണിക്കുന്നതാണ്. കണ്ടതുണ്ടോ എൻ്റെ കണ്ണനെ നീലത്തണ്ടാരണി മണി വർണ്ണനെ, കണ്ടതുണ്ടോ എൻ്റെ കണ്ണനെ നീലത്തണ്ടാരണി മണി വർണ്ണനെ, കണ്ടാൽ കൊതിക്കും എൻ്റെ അണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ, കണ്ടാൽ കൊതിക്കും എൻ്റെ അണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ, കണ്ടതുണ്ടോ എൻ്റെ കണ്ണനെ നീലത്തണ്ടാരണി മണി വർണ്ണനെ, കണ്ടാൽ കൊതിക്കും എൻ്റെ അണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ. പുല്ലാങ്കുഴലൂതി വന്നവൻ കൊച്ചു മല്ലാക്ഷിമാരുമായി നിന്നവൻ, പുല്ലാങ്കുഴലൂതി വന്നവൻ കൊച്ചു മല്ലാക്ഷിമാരുമായി നിന്നവൻ, മല്ലനെ പോരാടി കൊന്നവൻ കാട്ടിലുല്ലാസമായി നടന്നവൻ, മല്ലനെ പോരാടി കൊന്നവൻ കാട്ടിലുല്ലാസമായി നടന്നവൻ,
കണ്ടതുണ്ടോ എൻ്റെ കണ്ണനെ നീലത്തണ്ടാരണി മണിവർണ്ണനെ, കണ്ടാൽ കൊതിക്കും എൻ്റെ അണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ. കാട്ടിൽ മയങ്ങി നടപ്പവൻ മൂർഖപ്പാമ്പിന്മേലേറി നടിപ്പവൻ, കാട്ടിൽ മയങ്ങി നടിപ്പവൻ മൂർഖപ്പാമ്പിന്മേലേറി നടിപ്പവൻ, കൂട്ടുകാർക്കിഷ്ടം കൊടുപ്പവൻ ദുഷ്ടക്കൂട്ടരെയൊക്കെ മുടിപ്പവൻ. കാട്ടിൽ മയങ്ങി നടപ്പവൻ മൂർഖപ്പാമ്പിന്മേലേറി നടിപ്പവൻ, കൂട്ടുകാർക്കിഷ്ടം കൊടുപ്പവൻ ദുഷ്ടക്കൂട്ടരെയൊക്കെ മുടിപ്പവൻ. കണ്ടതുണ്ടോ എൻ്റെ കണ്ണനെ നീലത്തണ്ടാരണി മണിവർണ്ണനെ, കണ്ടാൽ കൊതിക്കും എൻ്റെ അണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ. പർവ്വതത്തെ പൊക്കി നിന്നവൻ കംസഗർവങ്ങളെ തച്ചു കൊന്നവൻ, പർവ്വതത്തെ പൊക്കി നിന്നവൻ കംസഗർവങ്ങളെ തച്ചു കൊന്നവൻ, സർവലോകത്തെയും വെന്നവൻ നാട്ടിലുല്ലാസമായി നടന്നവൻ, സർവലോകത്തെയും വെന്നവൻ നീലക്കാർ വർണ്ണനൻ കൊച്ചുമന്നവൻ. പർവ്വതത്തെ പൊക്കി നിന്നവൻ കംസഗർവങ്ങളെ തച്ചു കൊന്നവൻ, സർവലോകത്തെയും വെന്നവൻ, സർവലോകത്തെയും വെന്നവൻ, മറന്നുപോയല്ലേ ആ വരി. സർവലോകത്തെയും വെന്നവൻ നീലക്കാർ വർണ്ണനൻ കൊച്ചുമന്നവൻ. കണ്ടതുണ്ടോ എൻ്റെ കണ്ണനെ നീലത്തണ്ടാരണി മണിവർണ്ണനെ, കണ്ടാൽ കൊതിക്കും എൻ്റെ അണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ, താമര കണ്ണനെ, താമര കണ്ണനെ. ഇതെല്ലാം നമ്മൾ ഭാഗവത്തിൽ വായിച്ച് പഠിച്ചതാ. അതായത് മല്ലനെ പോരാടി ഈ മല്ലന്മാരെ അസുരന്മാരെ മൊത്തം ഭഗവാൻ വധിക്കുന്നു. സർവ്വലോകത്തെയും വെന്നവൻ, ജയിച്ചവൻ. അതുപോലെ തന്നെ കാട്ടിലെല്ലാം മയങ്ങിയ നടക്കും, മൂർഖ പാമ്പിന്മേലേറി നടിക്കും. അത് കാളിയനെ മർദ്ദിച്ചറിയാമല്ലോ. അതുപോലെ ഓരോ കാര്യങ്ങൾ പുല്ലാങ്കുഴലോതി വന്ന് നിൽക്കും മല്ലാക്ഷിമാരുമായി, ഈ ഗോപസ്ത്രീകളുമായി. ഇതെല്ലാം ഈ ഭാഗത്തുള്ളതാണ്. അത് അന്നൊന്നും ഞാൻ പാടുമ്പോൾ ഇതിനെപ്പറ്റി എന്താണെന്നോ എനിക്കറിയില്ല. അച്ഛൻ ഇത് പാടുന്നു, ഞാനത് കേൾക്കുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം എന്താണെന്ന്, ഇത് ഭാഗവത്തിലുള്ളതാണോ ഒന്നും അറിയാം. പക്ഷേ ഇപ്പം നമുക്കറിയാം ഇതെല്ലാം ഭാഗവത്തിലുള്ളതാണ്, അതാണ് ആ എഴുതി പാടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കി നമ്മളും ഇങ്ങനെയാണ് പഠിച്ചെഴുതുന്നത്. നമുക്ക് ഓരോന്ന് അനുഭവത്തിൽ ഇങ്ങനെ ഭാഗവത്തിൽ നന്നായി പഠിച്ചു വരുമ്പോൾ നമുക്കും ഇങ്ങനെ ഗാനങ്ങൾ എഴുതാൻ പറ്റും. അന്ന് എനിക്കതിൻ്റെ ഗുണം അറിയത്തില്ലായിരുന്നു. നമ്മളിപ്പോൾ അങ്ങനെ ആയി വന്നപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. അപ്പോൾ ഭഗവാൻ അവിടെ എന്താണ് അന്ന് ചെയ്തത് അതൊക്കെയാണ് ഇതിൽ വർണ്ണിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അച്ഛനെ കൂടെ ഞാനൊന്ന് ഓർത്ത്, അത് അന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ, ഞാനത് എഴുതിയൊന്നും വച്ചിട്ടില്ല. കൂടെ ഞാൻ അന്നൊക്കെ ചൊല്ലുന്നതുകൊണ്ട് മറക്കാതിരുന്നെങ്കിലും വരികൾ തെറ്റിപ്പോയി. തെറ്റിയില്ല, ഞാൻ ഓർത്തെടുത്ത്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. പിന്നെ അല്ലെങ്കിൽ ഇനി അത് ആ പാട്ടൊക്കെ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ബുക്ക് നോക്കുമ്പോൾ ശ്രദ്ധ നമ്മുടെ അക്ഷരത്തിലോട്ട് പോകും. അപ്പോൾ ഭക്തി വരണമെങ്കിൽ നമ്മൾ കാണാതെ തന്നെ ചൊല്ലണം. അപ്പോൾ ഓരോ വരി നോക്കി ചൊല്ലുമ്പോൾ അതിൻ്റെതായ ആ മനസ്സ് വരിയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ നന്നായി മനഃപ്പാഠം ആക്കണം. അപ്പോഴേ നമുക്ക് അതിലേക്ക് ഇഴിഞ്ഞിറങ്ങി ഭഗവാനെ ആരാധിക്കാൻ പറ്റും. എല്ലാ മക്കളും അത് മനസ്സിലാക്കണം. നമ്മൾ ബുക്ക് നോക്കി ചൊല്ലുമ്പോൾ മനസ്സ് പരമാത്മാവിൽ ലയിക്കത്തില്ല. അക്ഷരത്തിലേക്ക് എന്താ തെറ്റുമോ അത് നോക്കി അങ്ങനെ ആയിപ്പോകും. അതുകൊണ്ടാണ് തെറ്റിയാലും വേണ്ടില്ല, മനസ്സിനകത്ത് ഭഗവാനെ തന്നെ ഉള്ളിനകത്ത് ഇഴിഞ്ഞിറങ്ങുന്ന രീതിയിൽ തന്നെ നമ്മൾ ചൊല്ലണം. ഇപ്പം തന്നെ എനിക്ക് അങ്ങനെ ഇഴിഞ്ഞിറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇത് ക്യാമറയിലൊക്കെ തെറ്റ് വരുമോ ഒരു വിഷമമുണ്ട്. കാരണം അല്ലെങ്കിൽ ഉറപ്പില്ലല്ലോ. എനിക്കിപ്പോൾ എല്ലാം ഉറപ്പാണ്. കാരണം ഞാൻ തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും എനിക്ക് മാനാഭിമാനങ്ങളൊക്കെ പോയതുകൊണ്ട് എന്ത് വന്നാലും എല്ലാം പരബ്രഹ്മം, എല്ലാം ഏകമയം പരബ്രഹ്മം എന്നുള്ള ചിന്തയായി. അതുകൊണ്ട് തെറ്റിയാലും ഒന്നുമില്ല, തെറ്റിയാലും ഒന്നുമില്ല, എല്ലാം നമഃശിവായ. അങ്ങനെ ആകണം. നമുക്ക് മാനാപമാനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം. തെറ്റിപ്പോയി കരുതി അത് അത് തെറ്റിപ്പോയെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണല്ലോ, പരമാത്മാവിൻ്റെ മക്കളാണല്ലോ. ആരോടാണ് നമുക്ക് പിണക്കോ നാണക്കേടോ തോന്നേണ്ടത്? നമ്മൾ തന്നെയല്ലേ എല്ലാവരും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ? അതെല്ലാവരും അങ്ങനെ ആയിത്തീരുമ്പോൾ എല്ലാവർക്കും ആ ഒരു മനസ്സാവും, എല്ലാം സമഭാവനയായി മാറും. ആരും അന്യതല്ല, എല്ലാം നമ്മുടെ കൂടപ്പറവകളാണെന്നുള്ള ചിന്ത, എല്ലാ ജീവജാലങ്ങളും സഹോദരി സഹോദരന്മാരാണെന്നുള്ള ആ ഉറപ്പ് നമുക്ക് കിട്ടിയാൽ നമുക്ക് മാനാപമാനങ്ങളെല്ലാം പോകും. കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നത് ഞാൻ തന്നെയാണല്ലോ.
ഞാനാണല്ലോ എല്ലാ മക്കളിലും വസിക്കുന്നത്. അപ്പോൾ ആ ഞാനിനെ എന്ത് ചെയ്യാനാ? ഒന്നും അതിനകത്ത് പരിഭവിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഏകമായി മാറുമ്പോൾ ആ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകും മക്കളെ. അങ്ങനെ ആകണം എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഒന്ന് ഓർത്തിട്ട് നമുക്ക് അരിഷ്ട അസുരവധമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ വായിച്ചത് പിന്നെ അക്രൂരൻ്റെ അടുത്ത് ഈ അക്രൂരൻ സേവകനാണല്ലോ പിന്നെ കംസൻ്റെ. അപ്പോൾ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെ ധരിപ്പിച്ചു. ഈ പിന്നെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരാനും ധനുർയാഗം നടക്കുന്നത് അതൊക്കെയാണല്ലോ നമ്മൾ വായിച്ചതാണ്. അങ്ങനെ തോന്നുന്നത്. പലതും വായിക്കണം, എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. അക്രൂരനെ ഭഗവാനെ വിളിപ്പിക്കാനും വേണ്ടി ചന്ദനം കൊണ്ടുപോകൂ. അതും മാത്രമല്ല, ഈ കംസൻ്റെ പിതാവെന്ന് നമ്മൾ പറയുന്ന ഉഗ്രസേനൻ എൻ്റെ പിതാവല്ല, ഞാൻ ഗന്ധർവൻ്റെ വംശമാണ്, ദ്രമിളൻ എന്ന് പറഞ്ഞ ഗന്ധർവൻ്റെ മകനാണ്. അതുകൊണ്ട് ഈ ഉഗ്രസേനനെ കൊല്ലുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. ഇതെല്ലാം അക്രൂരനോട് പറയുന്നു. ആദ്യമേ കുട്ടികളെ കൊണ്ടുവന്നിട്ട് കുട്ടികളെ എല്ലാം കൊല്ലാം, കൃഷ്ണനെ കൊന്നിട്ട് പിന്നെ പോയി വസുദേവർ വഞ്ചിച്ചല്ലോ, 8ാമത്തെ പുത്രനെ പുത്രിയെ കൊണ്ട് കൊടുത്തല്ലോ. അത് എല്ലാം നാരദ മഹാവിന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ വസുദേവരെയും കൊല്ലണം, അത് കഴിഞ്ഞിട്ട് ഉഗ്രസേനനെയും കൊല്ലണം, ഉഗ്രസേനനെ അതായത് ബന്ധുക്കളെ മൊത്തം നശിപ്പിക്കണം, കൊല്ലണം. എനിക്ക് എൻ്റെ പിതാവല്ല, ഉഗ്രസേനനെ കൊന്നതുകൊണ്ടൊരു പാപവും ഇല്ല. അതിൻ്റെ കഥകളെല്ലാം ഇവിടെ അറിയിച്ചു. ഈ അക്രൂരനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് എന്താ പറഞ്ഞേ? പോകുവിനിന്ന് ഞാൻ നിന്റെ നിയോഗത്താൽ ഏകനാം വിധിമതമുണ്ടെങ്കിൽ. അക്രൂരൻ പറഞ്ഞു, ഞാൻ പോകാം, ദൈവവിധിമതമുണ്ടെങ്കിൽ. അതായത് ഭഗവാനും കൂടെ ഇതിനെ അനുകൂലിക്കണം. ഇങ്ങനെ പോകുന്നതും അവരെ കൊണ്ടുവരുന്നതും എല്ലാം ഈശ്വരൻ്റെ വിധി പോലെ ഈശ്വരൻ എന്താ കൽപ്പിക്കുന്നത് അതുപോലെ വരത്തുള്ളൂ. അതുകൊണ്ട് പോകുവിൻ ഇന്നും ഞാൻ നിൻ്റെ നിയോഗത്താൽ, നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ പോകി അവിടെ നിന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് വരാം. എന്താ? ഏകനാം ദൈവവിധിമതമുണ്ടെങ്കിൽ. ഈശ്വരൻ ഏകനാണ്. ആ ഏകൻ്റെ സന്തതികളാണ് നമ്മൾ മൊത്തം. അതുകൊണ്ട് ചിന്തിക്കണം, ഈ ഒരേ ഒരു പിതാവാണ് ലോകത്തിൽ നിറഞ്ഞിരിക്കുന്നത്. ആ ഏകനായ ദൈവത്തിൻ്റെ വിധിമതമുണ്ടെങ്കിൽ, അല്ലാതെ പാരിൽ ജനിപ്പോർക്ക് അസാധ്യവും സാധ്യമാം. ഭഗവാന്റെ ഈശ്വരൻ്റെ ഏകനായിരിക്കുന്ന പിതാവിൻ്റെ വിധി, ആ ഒരു കൽപ്പന പ്രകാരമേ നമുക്ക് നടക്കൂ. അങ്ങനെ ആ ഈശ്വരൻ്റെ വിധിമതം നമുക്കുണ്ടെങ്കിൽ ഈ പാരിൽ, ഈ ഭൂമിയിൽ ജനിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാകും. അതാണ് ഈ പേരെന്തോ അക്രൂരൻ ഈ കംസനോട് പറഞ്ഞത്. നാരായണൻ കൃപയില്ലെങ്കിൽ ഒന്നുമേ ഭാവിച്ച വണ്ണം ഭവിക്കയില്ല. അതുകൂടെ നീ ഓർക്കണം. ഭഗവാന്റെ കൃപയും കൂടെ ഇല്ലാതിരുന്നാൽ നമുക്ക് യാതൊന്നും നടക്കത്തില്ല. ഭഗവാന്റെ കൃപ ഉള്ളവർക്കാണ് ഈ ഭൂമിയിൽ ജനിച്ച സർവ്വ പേർക്കും ഭഗവാന്റെ ആനുകൂല്യം. ആ കൃപ ഉണ്ടെങ്കിൽ ഒരു കാര്യവും മനുഷ്യർക്ക് അസാധ്യമല്ല, എല്ലാം സാധ്യമാകും. ഈശ്വരൻ എല്ലാവർക്കും അങ്ങനെ കൂട്ടു നിൽക്കും. എന്നാൽ ഭഗവാന്റെ കൃപ ഇല്ലാതെ കണ്ട് ഇനി എന്ത് നടത്താന്ന് വെച്ചാൽ നടക്കാത്ത കാര്യം. അതുകൊണ്ട് ഭഗവാന്റെ കൃപ ഇല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈശ്വരൻ്റെ കൃപയ്ക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക, ബാക്കിയെല്ലാം പുറകേ വന്നോളൂ. ഈശ്വര കൃപ നമുക്ക് ഉണ്ടോ? നമുക്കിനൊന്നും ഭയക്കണ്ട. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അതിൻ്റെ വഴിയേ ഭഗവാൻ തന്നോളൂ. അതാണ് ഇവിടെ പറയുന്നത്. അക്രൂരൻ പറയുന്ന ഈ വാക്ക് നമുക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഭഗവാന്റെ കൃപ ഇല്ലെങ്കിൽ ഒന്നുമേ ഭാവിച്ച വണ്ണം ഭവിക്കയില്ല, നമുക്ക് യാതൊന്നും പിടിച്ചെടുക്കാൻ പറ്റുകയില്ല. ദൈവമതം സർവമെന്നങ്ങ് ഇരിക്കലും നിന്നുടെ കാര്യം വരുത്തുവാനായി കൊണ്ട് മന്ദമന്യെ മുതിർന്നിടുന്നതുണ്ട് ഞാൻ. അതുകൊണ്ട് ഭഗവാന്റെ ഇഷ്ടം, ഈ ലോകം മൊത്തം ഭഗവാന്റെ ഇഷ്ടപ്രകാരം ആണ്. എന്നാലും ഈശ്വരൻ അറിയാത്തതായി ഒന്നുമില്ല, ഭഗവാൻ വിചാരിക്കാതെ ഒന്നും നടക്കുകയില്ല. എങ്കിലും നിന്നുടെ കാര്യം വരുത്തുവാൻ, നീ കംസ നിൻ്റെ കാര്യത്തിന് വേണ്ടിയാണല്ലോ കുട്ടികളെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു കാര്യം നിമിത്തമായി മന്ദമന്യെ ഞാൻ സന്തോഷത്തോടെ ധൈര്യപൂർവ്വം, അതായത് മന്ദമന്യെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. മുതിർന്നിടുന്നതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കാം, ഞാൻ പോകാം. നിൻ്റെ കാര്യസാധ്യതന് നീ പറഞ്ഞത് കേട്ട് അത് ഞാൻ പ്രവർത്തിക്കാം. പക്ഷേ ഈശ്വരൻ എന്ത് വിചാരിക്കുന്നു അത് ഈശ്വരനെ അറിയൂ. അത് നമ്മളാൽ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകാം, ഞാൻ ഒരു തടസ്സവും കൂടാതെ ഞാൻ പോകാം. പിന്നീട് ഒക്കെയും നിങ്ങളുടെ ഭാഗ്യം ഇതെങ്ങനെ ആകില്ല അതുപോലെയാവരും. പിന്നെ
കുട്ടികളെ കൊണ്ടുവന്ന് കൊല്ലാമോ കൊല്ലിക്കാതിരിക്കാമോ ഇതൊക്കെ നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ പോയി കൊണ്ടുവരാം കുട്ടികളെ. ഈശ്വര കൽപ്പിതം എന്താണെന്ന് ഭഗവാനെ അറിയൂ. ഈശ്വരൻ വിചാരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് എന്ന് സാധ്യമാവൂ. അതുകൊണ്ട് ഈശ്വരൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. എങ്കിലും നിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയിട്ട് വരാം. ബാക്കിയൊക്കെയും നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും എന്ന് പറഞ്ഞ് തൽപത്തനം പൊക്കിയതു ഗാന്ധിനി നന്ദനൻ. ഈ അക്രൂരൻ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്നു. കേൾക്കുക പിന്നീടവും. ഇനി അങ്ങോട്ട് ബാക്കി എന്താന്ന് ഇനി നമ്മൾ ഇനി കേശിവധവും വ്യോമ അസുരവധവുമാണ്. കേശിവധം എന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണനെ കേശവൻ എന്ന് പേരിട്ടത് കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ടാണ്. ആ കാര്യം ഇനി അതിൻ്റെ ബാക്കി ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോകും. നമുക്കത് മനസ്സിലാക്കണം. ഭഗവാൻ കൃഷ്ണനെ കേശവ എന്ന് നമ്മൾ എന്താ ഭഗവാനെ കേശവ എന്ന് നമ്മൾ എന്താ വിളിക്കാൻ കാരണം? കേശി എന്ന് പറഞ്ഞ മഹാ അസുരനെ ഭഗവാൻ വധിച്ചതുകൊണ്ടാണ്. വ്യോമ അസുരവധവും കേശിവധവുമാണ് നമ്മളിനി വായിക്കാൻ പോണത്. അത് നമുക്ക് കണ്ട് വായിക്കാം. നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചത് ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചിട്ട് ഒത്തിരി ദിവസമൊന്നും ആയില്ലല്ലോ, ഇന്നലെയായിരുന്നു. എന്നാലും മറന്നു പോകുമല്ലോ. ഞാനും മറന്നു പോകും. എനിക്ക് അങ്ങനെ എല്ലാം മനസ്സിൽ ഓർത്ത് വെക്കത്തില്ല. അന്നേരം കണ്ണടക്ക് കാണണല്ലോ എല്ലാം. ഇപ്പം ഞാനിത് കേശിവധം അങ്ങോട്ട് നോക്കിയിട്ട് അതും അങ്ങോട്ട് പറഞ്ഞു തരും. അല്ലാതെ നേരത്തെ കൂട്ടി ഒന്നും മനസ്സിൽ വെക്കുന്നില്ല. അപ്പോഴപ്പോഴും കണ്ടതിനെ നോക്കുന്നു, എടുക്കുന്നു, പറയുന്നു. അത് പിന്നെ എൻ്റെ മനസ്സിലേക്ക് എനിക്കിനിയിപ്പോൾ ആ പ്രായമൊക്കെ ആയി അങ്ങനെ ആയിപ്പോയി. പക്ഷെ മക്കളുമാരങ്ങനല്ല. എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് അത് എപ്പോഴും അയവിറക്കി അത് ഓർത്ത് വീണ്ടും വായിച്ച് മനസ്സിലാക്കണം. ഇതുപോലുള്ള പാഠം വരുന്നത് വരെ നമ്മൾ കേശിവധം വായിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് ഒരുവിധം മനസ്സിലാക്കി പറഞ്ഞു തരാൻ ഒക്കുന്ന രീതിയിൽ നിങ്ങൾ ആയി വരണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ അപ്പോഴപ്പോഴും നോക്കി നമുക്ക് പറയാം, മനസ്സിലാക്കാം. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അത് പാഠം വരണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഞാൻ എന്നാൽ ഇത് പാഠമൊന്നും ആക്കിയിട്ടല്ല പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്കത് വായിക്കാം. ഫാൻ ഇടുന്നതുകൊണ്ട് ഭയങ്കര ചൂടാണ് മക്കളെ. അതുകൊണ്ടല്ലോ സൗണ്ടിന് ഇങ്ങനെ ഒരു എന്താ പറയുക വൈബ്രേഷൻ പോലെ വരും. എന്നാലും അത്രയ്ക്കും ഉണ്ട് ചൂട്. അല്ലെങ്കിൽ എനിക്ക് ഫാൻ ഇട്ടേ പറ്റത്തുള്ളൂ. വിളക്കൊന്നും കറച്ച് വെച്ചാൽ വിളക്കൊക്കെ അണഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത് കേശിവധവും വ്യോമ അസുരവധവും. നമ്മൾ ഗാന്ധിനി നന്ദനൻ, അതായത് ആരാ ഗാന്ധിനി നന്ദനൻ അക്രൂരൻ. അതിൻ്റെ ബാക്കിനി കേൾക്കുക. പിന്നീട് ബാക്കിനി പറയുന്നു കേൾക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. കേശിയാം ഘോരൻ അസുരൻ പുറപ്പെട്ടു കൂസാതെ ചെന്നു വ്രജം പൊക്കിയത് അശ്വമായി. ഈ കേശി പറഞ്ഞ ഈ മഹാഘോരനായിരിക്കുന്ന ഈ അസുരൻ വ്രജം പൊക്കിയത് അശ്വമായി. ഭഗവാന്റെ വ്രജത്തിലേക്ക് ആ ഭഗവാൻ വസിക്കുന്ന സ്ഥലത്ത് നന്ദഗോപരൊക്കെ ഉള്ള വ്രജം, അവിടെ എങ്ങനെയെന്ന് അശ്വം കുതിരയായിട്ട് ചെന്നു. ഈ ഘോരനായിരിക്കുന്ന അസുരൻ കേശിയാണ് ഈ അസുരൻ. ഘോരനായിരിക്കുന്ന അസുരനാണ്. അയാൾ എങ്ങനെയാ ഒരു കുതിരയായിട്ട് ചെന്ന് ഭഗവാന്റെ വ്രജത്തിലേക്ക്. അശ്വം അതിന് ഒച്ച കേൾക്കും ജനമെല്ലാം വിശ്വത്തിൽ നിന്നു പോവാൻ തുടങ്ങിയിടുന്നു. ഈ കുതിരയുടെ അലർച്ചകളൊക്കെ ഒച്ചയൊക്കെ കേട്ടപ്പോൾ ജനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? വിശ്വത്തിൽ നിന്ന് ഈ ഇവിടുന്ന് എങ്ങോട്ടൊക്കെ പോവാൻ തുടങ്ങുന്നത്. എന്താ ഇത്ര സൗണ്ട്? അത്ര ഘോരനായ അസുരനല്ലേ കേശി. അപ്പോൾ ആ കേശി അശ്വത്തിൻ്റെ ഒരു കുതിര രൂപത്തിൽ വന്ന് അലറക്കവും ബഹളവും അതിൻ്റെ ഒച്ച കേട്ടപ്പോൾ ജനങ്ങളെല്ലാം അവിടുന്ന് എങ്ങോട്ടൊക്കെയോ ഓടിപ്പോകാൻ തുടങ്ങുന്നു. ഘോരഹയത്തിൻ കഴുത്തിലെ രോമങ്ങൾ പാരം ഉരുമി മേഘങ്ങൾ ഭേദിക്കുന്നു. ഈ ഘോരമായ ഹയത്തിൻ കുതിരയുടെ കഴുത്തിലെ രോമങ്ങൾ അത്ര വലുതാണ്. ആ രോമങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പക്ഷി പറക്കുന്ന പോലെ അങ്ങ് ചാടി തകർക്കുമല്ലയോ. അവിടെ മൊത്തം അങ്ങ് ബഹളം കാണിക്കുവാണ് ഈ അശ്വം കുതിര. അപ്പോൾ എന്ത് വരുന്നു? ഈ കഴുത്തിലെ രോമങ്ങളൊക്കെ അത്രമാത്രം വലിയ രോമങ്ങളാണ്. അത് പാരം ഉരുമി എന്ത് ചെയ്യുന്നു? കാർമേഘങ്ങളെല്ലാം ഭേദിച്ച് മാറുന്നു. അത്രയ്ക്കും വലിയൊരു പർവ്വതം പോലുള്ള കുതിരയാണെന്ന് മനസ്സിലാക്കണം. അശ്വമാണ്. അപ്പോൾ അത് കിടന്ന് തകർക്കുമ്പോൾ ഈ തങ്ങളി രോമങ്ങൾ തന്നെ ഉരസുമ്പോൾ മേഘങ്ങളൊക്കെ എങ്ങോട്ടൊക്കെയാണ് അതിൻ്റെ കാറ്റ് തട്ടിയും ആ ഉരുമിയും
തങ്ങളിൽ ഉരുവുമ്പം മേഘങ്ങളെല്ലാം ഭേദിച്ച് മാറി അങ്ങോട്ടൊക്കെ പോകുന്നു. വൃക്ഷങ്ങളെല്ലാം തകർത്തുകൊണ്ട് അങ്ങനെ പക്ഷി പോലെ പെരുമാറുന്നു കേശിയും. വൃക്ഷങ്ങളൊക്കെ തകർക്കുന്നു, അത്രയ്ക്ക് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇത് തകർത്ത് പക്ഷി പറക്കുന്ന പോലെ പറന്ന് ചാടി തകർത്തപ്പോൾ വൃക്ഷങ്ങൾ പോലും തകർന്നു വീഴുന്നു, പക്ഷികൾ പോലെ പെരുമാറുന്നു. അപ്പോൾ പക്ഷി എന്താണ്? പറക്കുന്നു. അപ്പോൾ ഈ അശ്വം പറന്ന് അവിടെ മൊത്തം തകർക്കുമ്പോൾ വൃക്ഷങ്ങൾ മൊത്തവും എന്ത് ചെയ്യുന്നു? വൃക്ഷങ്ങൾ തകർന്ന് അടിയുന്നു. ഗോകുലവാസികൾ ഭീതി പൂണ്ടേവരും ആകുലം പൂണ്ടുഴലുന്നതു കണ്ടൊരു കേശവൻ നന്ദജൻ കൃഷ്ണൻ ഉഴറ്റോടെ കേശിയാം വീരനോടായി അടുത്തിടിനാൻ. അപ്പോൾ ഈ ഗോകുലവാസികളെല്ലാം ഭയം കൊണ്ട് നിറഞ്ഞപ്പോൾ ആകുലം പൂണ്ട് ഉഴന്ന് ജനങ്ങൾക്ക് എന്ത് വേണമെന്നറിയാമായത് അഗാധമായ അത്രമാത്രം ഭയന്ന് വിറച്ച് ജനങ്ങൾക്ക് ഒരു എത്തും പിടിയില്ലാതെ. അപ്പം നമുക്കറിയാം, ചുഴലിക്കാറ്റൊക്കെ വരുമ്പോൾ ഓരോ രാജ്യത്ത് എന്തെല്ലാം ബഹളങ്ങളാണ്. അതുപോലെ ചിന്തിച്ചാൽ മതി. ഒരു ചുഴലിക്കാറ്റ് അടിച്ചു പറത്തി ലോകം മൊത്തവും കൊണ്ടുപോകുന്നു. വീടുകളും അതെല്ലാം എവിടെയൊക്കെയോ പറന്നു വന്നു, വണ്ടികളെല്ലാം എങ്ങോട്ടോ പറന്നു പോകുന്നു. അതെന്താ കാരണം? ഒരു ചുഴലി. അതിനേക്കാൾ അഗാധമായ ഒരു ചുഴലിയായിട്ടാണ് ഇവൻ കടന്ന് കറങ്ങുന്നത്, ഈ അശ്വം, ഈ കുതിര. അപ്പോൾ ഗോകുലവാസികളെല്ലാം ഭയം പൂണ്ട് വിഷമിച്ചിട്ട് ഉഴലുന്നു. അതെല്ലാം ഭഗവാൻ കണ്ടപ്പോൾ കേശവൻ, ഭഗവാൻ നന്ദജൻ കൃഷ്ണൻ ഉഴറ്റോടെ ഈ കേശിയെ വീരനോടായ ഈ കേശിയാം വീരൻ, കേശി അഗാധമായ വീരത്വമുള്ളവനാണ്, അവനോട് ഭഗവാൻ അങ്ങ് അടുത്തു. ഭഗവാനും ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഭഗവാൻ അവനോട് നേരിടാനായിട്ട് വന്നു. ഭഗവാൻ കൃഷ്ണൻ കേശവൻ വായും പിളർന്നു ലോകം വിഴുങ്ങിടുവാനായി വരും ദൈത്യനോടേശിനാൻ കേശവൻ. ഈ വായങ്ങ് പിളർന്നുകൊണ്ട് വന്ന് ഈ ലോകം മൊത്തവും അവൻ്റെ വായിൽ വിഴുങ്ങാനായിട്ട് വന്നപ്പോൾ ഈ ദൈത്യനോട്, ഈ അസുരനോട് ഭഗവാൻ എന്ത് ഏശി, അതായത് തങ്ങളിൽ ഏറ്റുമുട്ടി. കേശവൻ അവരുമായിട്ട് യുദ്ധത്തിന് വേണ്ടി, അതാണ് ഏശി എന്ന് പറയുന്നത്. ദൈത്യനോട് ഏശി ഏറ്റുമുട്ടി ഭഗവാൻ കേശവൻ. മായാമയനെ വിഴുങ്ങുവാനായി തുടങ്ങിയ നേരം മുകുന്ദനും വായിൽ കരം കടത്തിടിനാൻ. ഈ മായാവിയായ ഈ അസുരൻ മായാമയനായ ഭഗവാനെ വിഴുങ്ങുവാനായി തുടങ്ങി. ഒന്ന് ഓർത്തു നോക്കൂ, ഈ ലോകത്ത് മായ ആർക്കാ ഉള്ളത്? വിഷ്ണുമായ ഭഗവാനാണുള്ളത്. അപ്പം മായാവിക്ക് അത്രത്തോളം കിട്ടുമോ? എന്താ പറയലേ, ഈ നമ്മൾ അച്ചാറിനോളം ഒക്കത്തില്ല എന്ന് പറയുന്നൊരു പഴമൊഴിയുണ്ട്. എന്തുകൊണ്ടൊക്കെ ഇത് എവിടുന്നാ ഉണ്ടായത്? ഈ മായ ഭഗവാന്റെ. ആ മായെന്നല്ലേ ഓരോ അംശങ്ങൾ ഈ ദുഷ്ടനായാലും അവൻ്റെ കയ്യിലുള്ളതല്ല, യഥാർത്ഥ മായ മൊത്തം അവൻ്റെ ഇല്ലല്ലോ. അപ്പോൾ മായാമയനായിരുന്ന ഭഗവാനെ വിഴുങ്ങാൻ ഈ മായാവിയായ ഈ അശ്വം ഭഗവാന്റെ അടുത്തേക്ക് വന്നു. മായാവിയായ അസുരൻ മായാമയനായ ഭഗവാനെ വിഴുങ്ങുവാനായി തുടങ്ങിയ നേരം കൃഷ്ണൻ എന്ത് ചെയ്തു? മുകുന്ദൻ വായിൽ കരം കടത്തിയിടിനാൻ. അവൻ്റെ വായിലേക്ക് ഭഗവാന്റെ കൈ അങ്ങ് കടത്തി. കാരണം വായ തുറന്നുകൊണ്ട് ഭഗവാനെ വിഴുങ്ങും. അത്ര അഗാധമായ വായും ഈ പർവ്വതം പോലിരിക്കുന്ന അശ്വത്തിൻ്റെ വാ അത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കണം. വിഴുങ്ങാനായിട്ട് വായും തുറന്നുകൊണ്ട് ഭഗവാൻ അടുത്തേക്ക് വന്നപ്പോൾ ഭഗവാൻ കരം കൊണ്ട് അവൻ്റെ വായിലേക്ക് വെച്ചു. ഭഗവാന്റെ കൈ അവൻ്റെ വായിൽ കടത്തിയപ്പോൾ കൃഷ്ണനെ മായാവി നന്നായി മുറുകെ കടിച്ചു. അപ്പോൾ മായാവി എന്ത് ചെയ്തു? ഭഗവാന്റെ കൈ അവൻ്റെ വായിലിട്ടപ്പോൾ അവൻ നന്നായി മുറുകെ അങ്ങ് കടിച്ചിതു. കേശിതൻ ദന്തങ്ങളൊക്കെ കൊഴിഞ്ഞ് അതിക്ലേശിതനായി പിണങ്ങിനാൻ പിന്നെയും. അപ്പോൾ എന്ത്? ഭഗവാന്റെ കൈ വെറും സാധാരണ മാംസപേശികളുള്ള കൈയല്ല, അത് വജ്രം പോലുള്ള കൈയായിട്ട് ഭഗവാൻ ആക്കാം. അവൻ്റെ പല്ലെല്ലാം കൊഴിഞ്ഞതേ ഉള്ളൂ ഈ കുതിരയുടെ. അപ്പോൾ എന്താ ആ കയ്യിലെന്താ? അപ്പോഴും ഭഗവാൻ അവിടെ അത്ര അവൻ്റെ പല്ല് പൊഴിയുന്ന ശക്തിയായിട്ടുള്ള കരമാക്കാൻ ഭഗവാന് മായാമയനല്ലേ? ഈ മായാവിയുടെ ശക്തിയാണോ ഭഗവാന്റെ മായ? അത് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് മായ എവിടെ നിന്നുണ്ടായി? ഭഗവാന്റെ വിഷ്ണുമായയാണ് ഈ ലോകം പ്രപഞ്ചം. അതിൽ നിന്ന് ഓരോ അംശങ്ങൾ ഈ ദുഷ്ടന്മാരൊക്കെ എടുക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥമായ മായ ഭഗവാന്റെയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അവൻ്റെ പല്ലെല്ലാം കൊഴിഞ്ഞു പോയി. ഭഗവാന്റെ കരം അത്രയ്ക്ക് കഠിനമേറിയ പാറയെക്കാളും. കാരണം അവൻ്റെ പല്ല് കടിച്ചാൽ പൊഴിയണമെങ്കിൽ ഭഗവാന്റെ കൈ എന്താവണം? മാംസമുള്ള കൈ ആണോ? ഭഗവാൻ വിചാരിച്ച ഭഗവാന്റെ മായ ആ കരം ഇരുമ്പൊലൊക്കെ പോലെ അങ്ങ് ചെന്നാൽ പോരെ? വായിൽ കരം കടത്തിയപ്പോൾ കൃഷ്ണനെ മായാവി നന്നായി മുറുകെ കടിച്ചത് ഇപ്പോൾ കേശിതൻ അവൻ്റെ തന്നെ ദന്തങ്ങൾ പല്ലുകളൊക്കെ കൊഴിഞ്ഞ് അതിക്ലേശിതനായി പിണങ്ങിനാൻ. അവനപ്പോൾ ക്ലേശമായി പല്ലെല്ലാം പോയപ്പോൾ.
കുതിരയ്ക്ക് അതായത് ഈ അസുരനായ കേശിയുടെ പല്ലൊക്കെ പോകുമ്പോൾ എത്ര വേദനയായിരിക്കും. അങ്ങനെ ക്ലേശിതനായി ദുഃഖപ്പെട്ട് അവൻ പിണങ്ങിനാൻ. പിന്നെയും കേശവൻ തൻ്റെ കരം പണ്ട് വാമനൻ ആശകൾ ഒന്നായി വളർന്ന പോലെ തടിച്ചിടിന നേരം. അപ്പോൾ ഭഗവാന്റെ കരം വീണ്ടും എന്തു ചെയ്തു? കേശവൻ തൻ്റെ ഭഗവാന്റെ കരം പണ്ട് വാമന അവതാരം എടുത്തപ്പോൾ ഈ 3 അടിയായിട്ട് 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ 2 അടി കൊണ്ട് ഈ ത്രിലോകങ്ങളും അളക്കണമെങ്കിൽ ഭഗവാൻ എത്രമാത്രം വളരണം? അതുപോലെ അങ്ങ് വളർന്നിട്ട് വീണ്ടും ഇവിടെ ഈ ഭഗവാന്റെ കരം പണ്ട് വാമനൻ ആശകൾ ഒന്നായി വളർന്ന പോലെ തടിച്ചിടുന്ന നേരം അങ്ങനെ അതിഭയങ്കരമായ കൈയായിട്ടങ്ങ് തടിച്ചു. ആ നേരം എന്തു വന്നു? അസുരൻ്റെ ശ്വാസങ്ങൾ ഓടുവാൻ വല്ലാഞ്ഞ് ചോരയും ഛർദ്ദിച്ചു. ഭഗവാന്റെ കരം, ഈ വായിലിട്ട കരം നീണ്ട് അവൻ്റെ കൊരനാഴി, അതായത് കണ്ഠവും കഴിഞ്ഞിട്ട് അങ്ങ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. നീണ്ട്, കാരണം അത്രത്തോളം നീണ്ട് വളർന്നിട്ടല്ലയോ ത്രിലോകങ്ങളെ അളന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ കരം അങ്ങ് വളർന്ന് നീണ്ടു. അപ്പോൾ അവന് ശ്വാസം മുട്ടും. കാരണം ആ കരം വായിൽ നിന്ന് അകത്തേക്ക് അങ്ങ് നീണ്ടങ്ങ് പോയി. അങ്ങനെ പോയപ്പോൾ ശ്വാസങ്ങൾ ഈ ആശകളൊന്നായി വളർന്ന പോലെ തടിച്ചിടുന്ന നേരം, ഭഗവാന്റെ കൈ അത്രയും വളർന്ന നേരം അസുരൻ്റെ ശ്വാസങ്ങൾ ഓടുവാൻ വല്ലാഞ്ഞ് അവന് ശ്വാസോച്ഛ്വാസം ശ്വസിക്കാനും നിശ്വസിക്കാനും വയ്യാത്തൊരവസ്ഥയായി. എടുത്ത ശ്വാസം പുറത്തേക്കും പോകുന്നില്ല, വീണ്ടും തിരിച്ചിങ്ങോട്ടും എടുക്കാനും വയ്യാത്തൊരവസ്ഥയായപ്പോൾ എന്ത് വന്ന്? ചോര ഛർദ്ദിച്ചു. ഈ മായാവിയായ ഈ അസുരൻ അവൻ്റെ ഉച്ഛ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും വിടാനും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ശ്വാസങ്ങൾ ഓടുവാൻ എടുക്കാൻ വല്ലാഞ്ഞ് വയ്യാത്തതുകൊണ്ട് ചോര ഛർദ്ദിച്ച്. കണ്ണും തുറിച്ചവൻ ഘോര കരങ്ങൾ കാൽ മണ്ണിൽ അടിച്ചുടൻ പിന്നിൽ അകമ്പുക്കാൻ. അവൻ്റെ കണ്ണെല്ലാം തുറിച്ച് രക്തം ഛർദ്ദിച്ചിട്ട് കണ്ണൊക്കെ തുറിച്ച് ശ്വാസം മുട്ടി. ഘോര കരങ്ങൾ കാൽ, അവൻ്റെ ഘോരമായിരുന്ന കരങ്ങളും കാലും ഒക്കെ എന്ത് ചെയ്തു? ഈ കുതിരയുടെ കാലും കരങ്ങളൊക്കെ എത്രമാത്രം വലുതായിരിക്കണം നമ്മൾ ചിന്തിക്കണം. അതെല്ലാം എന്തോ പറ്റി? ശ്വാസം മുട്ടി മണ്ണിൽ കിടന്നങ്ങ് അടിച്ച് ഉടച്ച് വിണ്ണിലകം പൊക്കാൻ അവൻ മരിച്ചു പോയി. ആകാശത്തേക്ക് മരിച്ചങ്ങ് പോയി, വിണ്ണിലോട്ട് പോയി. കാരണം എന്താ? ഭഗവാന്റെ കരം അത്രത്തോളം നീണ്ട്. നമ്മളിത് മനസ്സിലാക്കണം. ഒരു ജനങ്ങൾക്ക് വേണ്ടി ഈ ഘോരനായ ഈ അസുരൻ വന്നപ്പോൾ ഭഗവാൻ സാധാരണ ഭക്തന്മാരാണല്ലോ വ്രതത്തിലുള്ളവരെല്ലാം, അവർ ഭയന്ന് ഓടി ഒളിച്ചാൽ എവിടേക്ക് ഓടാനൊക്കും? ഈ ഇവനെ പേടിച്ചിട്ട് ഭഗവാൻ കേശിയോട് ഏറ്റുമുട്ടി. അങ്ങനെ ഏറ്റുമുട്ടിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അവനെ വധിച്ചു. എങ്ങനെയാണ് വധിച്ചത്? അവൻ്റെ വായിൽ കരം കടത്തി അവൻ്റെ പല്ലെല്ലാം പൊഴിച്ച് കളഞ്ഞിട്ട് ഭഗവാന്റെ കരം വീണ്ടും വളർത്തി നീട്ടി ഉള്ളിലേക്ക് വിട്ടപ്പോൾ അവന് ശ്വാസോച്ഛ്വാസം നടത്താൻ വയ്യാതെ കഷ്ടപ്പെട്ട് അടിച്ച് തകർത്ത് കാലും കൈയും ഒക്കെ ഇട്ട് തറയിലിട്ട് അടിച്ചൊടിച്ച് അവനെ അങ്ങ് മരിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭക്തനോട് കളിച്ചാൽ, ഒരു ദുഷ്ടൻ കളിച്ചാൽ ഭഗവാൻ ഇതുപോലെ ചെയ്യും. പക്ഷേ ഭക്തനായിരിക്കണമെന്ന് മാത്രം. ഭക്തനെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കൂടെ ഒത്തിണങ്ങിയൊരു ഭക്തനായിരിക്കണം. പ്രവൃത്തിയിലും പരമാത്മാവിനോടുള്ള സ്നേഹം, ഭഗവാന് വാത്സല്യം നമ്മളോട് ഉണ്ടാകണം. അതിന് വേണ്ടുന്ന പ്രവൃത്തി നമ്മളിലുണ്ടാവണം. നമ്മൾ ജീവജാലങ്ങളെയൊന്നും കൊന്നു കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരടുത്ത് ഭഗവാന് വാത്സല്യം ഉണ്ടാകുകയില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം അത് തന്നെ കാരണം എല്ലാം ഭഗവാന്റെ മക്കളാണ്. അവരോട് നമ്മൾ കാണിച്ചാൽ, അവരോട് നമുക്ക് കൃപയില്ലെങ്കിൽ പിന്നെ നമ്മോട് എങ്ങനെയാണ് ഭഗവാന് കൃപയുണ്ടാകുന്നത്? നമ്മളിത് മറ്റ് ജീവജാലങ്ങളോട് നമ്മളെക്കാളും എളിമയുള്ള, കാരണം നാക്കെടുക്കാ പ്രാണികൾക്ക് എന്തെങ്കിലും ഒന്ന് അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറയാൻ അവർക്ക് പറ്റുമോ? അങ്ങനെയുള്ള ജീവജാലങ്ങളെ കൊന്ന് കഴിക്കുന്ന പാപികൾക്ക് ഭഗവാൻ കൂട്ടു നിൽക്കുമോ? അവിടെ നമ്മുടെ പ്രവൃത്തികളെല്ലാം സൽപ്രവർത്തികളാണെങ്കിൽ അങ്ങനെ ഭക്തനായി മാറിയാൽ മാത്രമേ ഈശ്വരൻ നമുക്ക് എന്തും അസാധ്യമല്ല, സർവ്വം സാധ്യമാക്കി തരും. അതുകൊണ്ട് നമ്മൾ ഒന്നാമത് പഠിക്കേണ്ട, ഒരു ജീവജാലം, അതിലെ ഗുരുദേവൻ പറയും, ഒരു എറുമ്പിനെ പോലും പീഡിപ്പിക്കല്ലേ, വിഷമിപ്പിക്കല്ലേ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പാടില്ല. കർമ്മം ഒന്നും ചെയ്തുകൂടാ. നമുക്ക് ആരെയും നമ്മൾ ഉപദ്രവിച്ചുകൂടാ. നമ്മളായിട്ട് നമ്മുടെ ആവശ്യത്തിന് ചെയ്യുന്നത് പോലും മറ്റൊരു ഉപദ്രവം ആകരുത്. അതാണ് ഗുരുക്കന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തന്നതും ഇതെല്ലാം ഭാഗവതത്തിൽ പറയുന്നതും എല്ലാം ഇത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊരു മനുഷ്യനായി മാറിയാൽ ഭഗവാൻ നമുക്ക് കൂട്ടു നിൽക്കും. അവിടെ ജനങ്ങൾക്ക് ഭഗവാൻ ഇങ്ങനെ അവരുടെ ദോഷങ്ങളും വിഷമങ്ങളും കണ്ട് ഭയന്ന് വിറച്ചപ്പോൾ ഭഗവാൻ ആ ദുഷ്ടനെ, ആ മായാവിയെ എങ്ങനെയാ വിണ്ണിലേക്ക് പറഞ്ഞു വിട്ടത്? അവൻ തന്നെ കാലും കൈയിട്ട് അടിച്ചൊടിച്ച് അവൻ തന്നെ മരിച്ചു. കാരണം ശ്വാസം മുട്ടി. പിന്നെ വല്ല രക്ഷയുണ്ടോ?
കേശവൻ കേശിയെ കൊന്നതുമൂലമായി കേശവനെന്ന് നാമം പുകഴ്ത്തി. അപ്പോൾ ഭഗവാന് കേശവൻ എന്ന പേര് വരാനുള്ള കാരണം ഇപ്പം മനസ്സിലായി കാണുമല്ലോ. കേശി എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ് ഭഗവാന് കേശവൻ എന്ന് പേര് വന്നത്. അങ്ങനെ കേശവൻ കേശിയെ കൊന്ന അതുമൂലമായി കേശവനെന്ന് നാമം പുകഴ്ത്തി ദിവി വാഴുന്ന ദേവകൾ, സ്വർഗത്ത് ദിവി ആകാശത്തിൽ വാഴുന്ന ഈ ദേവകൾ എന്ത് ചെയ്തു? കൽപ്പക പൂമലർ തോഷിച്ചു പേമഴ പോലെ ചൊരിഞ്ഞിതു. ഈ കേശവൻ ആരാലും സാധ്യമല്ല അവനെ വധിക്കാൻ. ഭഗവാൻ കൃഷ്ണൻ അത് ചെയ്തപ്പോൾ ദേവന്മാരെല്ലാം കൽപ്പക പൂമലർ വാരിച്ചൊരിഞ്ഞു ഭഗവാന്റെ തലയിലേക്ക്. പേമഴ പോലെ, പേമഴ എന്താണ്? അതിഭയങ്കരമായ മഴയുണ്ടല്ലോ, പേമഴ. വട്ടെടുത്ത ഭ്രാന്തടുത്ത മഴയെന്ന് പറയുമല്ലോ. മഴയങ്ങ് ഘോരമായ മഴ വന്നാൽ നമ്മൾ പറയും പേമാരി എന്ന് പറയുന്നത് പോലെ പുഷ്പം കൊണ്ടങ്ങ് ചൊരിഞ്ഞു ഭഗവാനെ. അത്രമാത്രം ഭയങ്കരനായിരുന്നു ഈ കേശി. അവനെ വധിക്കണമെങ്കിൽ ഭഗവാൻ ആരായിരിക്കണം? അപ്പോൾ ദേവന്മാർക്കെല്ലാം അതിഭയങ്കരമായ സന്തോഷമായി ഭഗവാനെ പൂമലർ കൊണ്ട് ചൊരിഞ്ഞു. നാരദ മാമുനി അപ്പോൾ അവിടേക്ക് പാരാതെ വന്നുടൻ കൃഷ്ണനെ വാഴ്ത്തിനാൻ. അതെല്ലാം കണ്ടപ്പോൾ നാരദ മഹാമുനി ഉടനെ തന്നെ അവിടേക്ക് ചെന്നു ഭഗവാനെ വന്ന് പുകഴ്ത്തി വാഴ്ത്തി കൃഷ്ണനെ. കാരണം നാരദ മഹാമുനി ഇതറിഞ്ഞ് വന്നപ്പോൾ, ഈ കേശിയെ വധിച്ചെന്നറിഞ്ഞപ്പോൾ നാരദ മഹാമുനി ഇതറിഞ്ഞ ഉടനെ വന്ന് ഭഗവാനെ വാഴ്ത്തി. എങ്ങനെയാണ് വാഴ്ത്തിയത്? ശ്രീകൃഷ്ണ വിഷ്ണു ജഗദീശ മാധവ ലോകപാല കരുണാകര വാരിധേ സർവഭൂതാത്മൻ സർവാധാര യോഗേശ നിർവികാര നിരുപാത്മ ജ്യോതിർമയ സർവഗുഹാസ്തഗൂഢ മഹാപുരുഷ സർവേശ്വര പരമാത്മൻ പരാപര. ഇങ്ങനെയാണ് പുകഴ്ത്തിയത്. നമ്മളിങ്ങനെ നമുക്കൊരു സന്തോഷമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇപ്പം ഒരു നിസ്സാരമെന്നല്ല, നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഒരു കുട്ടിക്ക്, പഠിച്ചിരുന്ന കുട്ടിക്ക്, വിഷമിച്ചിരുന്ന ഒരു ജോലിയാകുന്ന കുട്ടിക്കോ നമ്മൾ ഭഗവാനെ വാഴ്ത്തുമോ? അയ്യോ ഭഗവാനെ, എന്തും ഈശ്വരൻ അറിയാതെ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഭഗവാൻ നമുക്ക് ഒരു കുട്ടിക്ക് ജോലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, അപ്പോൾ നമ്മളിങ്ങനെ ഭഗവാനെ കൃഷ്ണ എനിക്കിത് തന്നല്ലോ, എനിക്കിത് കിട്ടിയല്ലോ, എനിക്ക് ഭഗവാൻ എനിക്ക് സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റിയല്ലോ, എനിക്ക് എൻ്റെ ആനന്ദം ഞാൻ എത്രമാത്രം ഭഗവാനെ വാഴ്ത്തണം പുകഴ്ത്തണം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറയൂ. ഇവിടെ ഇത്രയും സംഭവം ഈ ജനങ്ങൾക്ക് വേണ്ടി ഭഗവാൻ നാരദ മഹാമുനിക്ക് ഇതായിട്ട് യാതൊരു വിഷമമില്ല. കാരണം നാരദ മഹാൻ സ്വർഗത്ത് വാഴുന്ന ആളാണ്. ഈ ഭൂമി കിടക്കുന്ന കഷ്ടപ്പെട്ട നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഇത് ചെയ്തത്. അപ്പോൾ അത്രത്തോളം നാരദ മഹാമുനി സന്തോഷിക്കണമെങ്കിൽ അദ്ദേഹം നല്ലൊരു മുനിയല്ലേ. അപ്പോൾ ഭഗവാനെ വാഴ്ത്തുക, ഭഗവാനെ കൃഷ്ണ നാരായണ കരുണാവാരിധേ സർവഭൂതാത്മനെ സർവ ആധാര യോഗേശ്വര ഭഗവാനെ അവിടുന്ന് എന്താ ഞാൻ പറയേണ്ടത് എന്നും പറഞ്ഞ് ജനങ്ങൾ നമ്മളും ഇതുപോലെ പ്രാർത്ഥിക്കണം. അതിനാണിത് പറയുന്നത്. ശ്രീകൃഷ്ണ വിഷ്ണു ജഗദീശ മാധവ ലോകപാല കരുണാകര വാരിധേ സർവഭൂതാത്മൻ സർവാധാര യോഗേശ നിർവികാര നിരുപാത്മ ജ്യോതിർമയ സർവഗുഹാസ്തഗൂഢ മഹാപുരുഷ സർവേശ്വര പരമാത്മൻ പരാപര ആത്മാവിനും അനാത്മാവിനും മൂലമായി സൂക്ഷ്മമായി സൃഷ്ടിക്ക് പൂർവമായി സാക്ഷിയായി മായാ ഗുണങ്ങളെ കൊണ്ട് വിശ്വം ചമച്ചായ അതിൽ സത്യസങ്കല്പ സ്വരൂപനായി ചേതനനായ നീ സത്യരക്ഷാർത്ഥമായി ഭൂതലേ വന്ന് അവതീർണനായി അന്നന്ന് ഭൂതല ഭാരഹരണം വരുത്തുവാൻ ജാതനാകുന്നിതു മായ മഹിമയാൽ. അപ്പോൾ എന്താ പറഞ്ഞത്? ഇങ്ങനെ ഭഗവാനെ വിളിച്ചിട്ട് ആത്മാവിനും അനാത്മാവിനും, ഇവിടെ ഈ പ്രപഞ്ചം അനാത്മാവാണ്, പരമാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, ആ ഈശ്വരൻ നമ്മുടെ ഉള്ളത്തിലും സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ആത്മാവുണ്ട്. എന്നാലോ നമ്മളെ കാണുന്നതൊക്കെയും അനാത്മാവാണ്. പ്രപഞ്ചത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ പുറം കണ്ണുകൊണ്ട് കാണുന്നത് മൊത്തവും അനാത്മാവാണ്. എന്നാൽ അതിനകത്തെല്ലാം ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ആത്മാവുമാണ്. അപ്പോൾ ആത്മാവിനും അനാത്മാവിനും മൂലമായി സൂക്ഷ്മമായി സൃഷ്ടിക്ക് പൂർവമായി ഇതിനെല്ലാം സാക്ഷിയായി ഭഗവാൻ ഈ മായാ ഗുണങ്ങളെ കൊണ്ടാണ് വിശ്വം ചമച്ചത്. ഭഗവാന്റെ മായ കൊണ്ടാണ് ഇവിടെ പ്രപഞ്ചം
ഈ മായ ഭഗവാന്റെ വിഷ്ണുമായ, അതാണ് അമ്മ ദേവി ഭഗവതി എന്ന് പറഞ്ഞ ആ ഭഗവാന്റെ മായയാണ് ഈ പ്രപഞ്ചം. അങ്ങനെയുള്ള മായാ ഗുണങ്ങളെ കൊണ്ട് ഈ വിശ്വം ചമച്ചിട്ട് അതിലെന്ത് വന്നു? സത്യസങ്കല്പ സ്വരൂപനായി ചേതനനായ നീ. ഇവിടെ ഭഗവാന്റെ തന്നെ മായ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് അതെല്ലാം ചമച്ച് നമ്മളെയൊക്കെ അതിനകത്ത് ആക്കി. എന്നിട്ട് സത്യരക്ഷാർത്ഥം ഈ ജനങ്ങൾക്ക് വിഷമം, ദുഃഖങ്ങൾ, ഈ എന്താ പറയുക, ഈ അസുരന്മാരെക്കൊണ്ടുള്ള ദുഃഖങ്ങൾ ഇന്നും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ലോകം മൊത്തം ഇപ്പോൾ അസുരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം ഈ നമ്മുടെ കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തവും അങ്ങനെ പല രാജ്യങ്ങളിലും ഈ ദുഷ്ടതകളെല്ലാം നിറഞ്ഞിരിക്കുന്നത്. എന്താ? അസുരന്മാർ കൂടിപ്പോയി. അപ്പോൾ അന്ന് ഇതുപോലെ വന്നപ്പോൾ മായാഗുണങ്ങളെ കൊണ്ട് ഭഗവാൻ വിശ്വമെല്ലാം ചമച്ചു വെച്ചു. അസുരന്മാരും ദേവന്മാരും പോലെ ഇവിടെ ദുഷ്ടനും സജ്ജനങ്ങളുമായിട്ട് യുദ്ധങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഭഗവാൻ എന്ത് വന്നു? സത്യസങ്കല്പ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, ചേതനനായ ഭഗവാൻ സത്യരക്ഷാർത്ഥത്തിന് വേണ്ടി, ഇവിടെ സത്യം ധർമ്മം ഇത് രക്ഷിക്കാൻ വേണ്ടി ഭൂതലേ ഈ ഭൂമിയിൽ അവതീർണനായി വന്നു. എന്തിനാ? ഈ ഭാരം മാറ്റാൻ. ഈ ഭൂതലത്തിലെ ഈ ഭൂമിയിലെ ഭാരങ്ങൾ, ദുഷ്ടന്മാരെ കൊണ്ട് നിറയ്ക്കുന്ന ഭാരം ഹരണം ചെയ്ത പാപം മാറ്റാൻ, ഇങ്ങനെ അതെല്ലാം വരുത്തുവാൻ വേണ്ടി ജാതനാകുന്നതു മായ മഹിമയാൽ ഭഗവാൻ അങ്ങനെ ഇവിടെ ജാതനായി. എങ്ങനെയാ? ഭഗവാൻ തന്നെ ഭഗവാൻ തന്നെ മായ കൊണ്ട് ശരീരം എടുത്തു വന്നു സത്യരക്ഷാർത്ഥത്തിന് വേണ്ടി. ഇവിടെ ഭൂമിയിൽ സത്യം നിലനിർത്താൻ, ധർമ്മം നിലനിർത്താൻ, സാധുക്കൾക്ക് ഭക്തന്മാർക്ക് ജീവിതമില്ല അസുരന്മാരെ കൊണ്ട്, അതിന് സത്യരക്ഷാർത്ഥമായി ഇവിടെ രക്ഷിക്കാൻ ഈ ഭൂതലത്തിലെ പാപങ്ങളെല്ലാം, ദുഷ്ടത്തരങ്ങളെല്ലാം ഹരണം ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടി ഭഗവാന്റെ മായ കൊണ്ട്, ഭഗവാൻ തന്നെ മായയുടെ മഹിമ കൊണ്ട് ഭഗവാൻ ഇവിടെ അവതരിച്ചു. അതാണ് നാരദ മഹാമുനി ഭഗവാനെ വിളിച്ചപേക്ഷിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ദുഷ്ടരായുള്ളൊരു ദൈത്യരെ ഒക്കെയും നഷ്ടത ചെയ്തുടൻ വിഷ്ടവൻ രക്ഷിച്ചു നഷ്ടമാക്കി കളഞ്ഞിടുന്ന നീ ഇന്ന് ദുഷ്ടനാം കേശിയെ കൊന്നത് എന്ത് അത്ഭുതം. അതുകൊണ്ട് ഈ ദുഷ്ടരായുള്ള ദൈത്യരെ, ഈ ദുഷ്ടതയുള്ള ദൈത്യന്മാർ, ഈ അസുരന്മാരെ ഒക്കെയും നഷ്ടത ചെയ്ത് എല്ലാവരും നശിപ്പിച്ചിട്ട് വിഷ്ടവം ഈ ലോകം രക്ഷിച്ച് നഷ്ടമാക്കി കളഞ്ഞിടുന്ന നീ ഇന്ന്. അപ്പോൾ ഇങ്ങനെയെല്ലാം രക്ഷിച്ചിട്ട് ദുഷ്ടതയെല്ലാം എല്ലാം ഈ ദുഷ്ടന്മാരെയെല്ലാം സംഗ്രഹിച്ച് നമ്മുടെ ഈ ലോകം നന്മയ്ക്ക് വേണ്ടി രക്ഷിച്ച്, സത്യത്തിന് വേണ്ടി ഭഗവാൻ ഇവിടെ നിലകൊണ്ട് രക്ഷിച്ച് നഷ്ടമാക്കി കളഞ്ഞിടുന്ന നീ ഇന്ന് ദുഷ്ടനാ കേശിയെ കൊന്നത് എന്ത് അത്ഭുതം. ഇങ്ങനെയെല്ലാം ദുഷ്ടതയെല്ലാം നീ നീക്കിക്കളയുന്നു. ഇന്ന് അതിനേക്കാളും ഘോരമായിരിക്കുന്ന ഒരു ദുഷ്ടതനെയാണ് ഇപ്പോൾ വധിച്ചത്. അത് ആരാലും സാധ്യമല്ലാത്തൊരു കേശി എന്ന് പറയുന്ന അസുരൻ, അതിഭയങ്കരമായ മായാവി, അവൻ്റെ ഈ ദുഷ്ടത നീക്കാൻ ഭഗവാൻ ഇന്നിവിടെ ഇത്രയും ചെയ്തത് എന്തൊരത്ഭുതമാണ് എന്ന് നാരദ മഹാമുനി ഭഗവാനെ നോക്കി പറയുന്നു. വന്ന് ഇത്രയെല്ലാം ഭഗവാനെ വിളിച്ചപേക്ഷിച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നു. നമ്മളും ഓരോരുത്തരും നമ്മുടെ നന്മകൾ വരുമ്പോൾ നമ്മൾ പറയണം, ഭഗവാനെ നമ്മുടെ ദോഷങ്ങളെല്ലാം തീർത്ത് ഇനിയും നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈശ്വരൻ രക്ഷിക്കുക. നമുക്ക് സത്യം നിലനിർത്തും പോകണം. നമ്മൾ സത്യമുണ്ടോ എന്ന് ഭഗവാൻ നോക്കുമ്പോൾ നമ്മൾ സത്യത്തിൻ്റെ പേരിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്ത് ദുഷ്ടത വന്നാലും ആരെന്ത് ചെയ്താലും അവരെ ചോദിക്കാൻ ഈ കേശിയെ എങ്ങനെ ഭഗവാൻ കൈകാര്യം ചെയ്തു അതുപോലെ കൈകാര്യം ചെയ്ത് നമ്മളെ രക്ഷിക്കും. അതാണ് ഈശ്വരൻ. ഇവിടെ അതാണ് നാരദ മഹാമുനി പറഞ്ഞത്. ഈ ആത്മാവിനും അനാത്മാവിനും ഇതിനെല്ലാം ഭഗവാന്റെ മായയാൽ ഇവിടെ എല്ലാവർക്കും വേണ്ടുന്ന സത്യം, ധർമ്മം ഇതെല്ലാം നിലനിർത്താൻ, ദുഷ്ടരെയൊക്കെ സംഹരിക്കാൻ വേണ്ടി അവതരിച്ച ഭഗവാന്റെ മായയാൽ അവതരിച്ചു. ആ ഭഗവാൻ ഇപ്പോൾ കേശി എന്ന അസുരനെ വധിച്ചു, ഈ വിശ്വം രക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഇതെന്തത്ഭുതം നമ്മൾ പറഞ്ഞ ഇതെന്തത്ഭുതം എന്ന് നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ നമ്മുടെ ഹൃദയവും ഇളകി മറിയണം. ഭഗവാൻ ഇങ്ങനെയാണ്. അയ്യോ എന്തൊരത്ഭുതം ഭഗവാനെ, എന്തത്ഭുതം ഭഗവാനെ. ഞാനും ഈ ലോകം നമ്മുടെ കുടുംബമാണ്, ഭഗവാന്റെ മക്കളാണ് സർവ്വരും. ഇതുപോലെ ഭഗവാൻ ഇനിയും അവതരിച്ച് ഈ ദുഷ്ടതകളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ, ഇനി ഇവിടെ ഒരു സത്യത്തിൻ്റെ എല്ലാം ദുഷ്ടതകളെല്ലാം അടിച്ച് തുടച്ച് കഴുകി കളഞ്ഞിട്ട് ഇവിടെ സത്യവും ധർമ്മവും രക്ഷിക്കാൻ ഭഗവാൻ ഇനിയും അവതരിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും കരഞ്ഞ് പറയുമ്പോൾ നല്ല പ്രവൃത്തി ചെയ്തവർക്കേ പറയാൻ പറ്റൂ. അവർ പറഞ്ഞാലേ കേൾക്കൂ. അപ്പോൾ
എല്ലാവരും ഒത്തൊരുമയോടുകൂടി പറയണം, ഭഗവാനെ ഇവിടെ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു, ലോകം നശിക്കുന്നു, ഭഗവാൻ അവതരിക്കണമേ അവതരിക്കണമേ എന്ന് നമ്മൾ പറയണം, കരയണം. നമ്മൾ കരയുമ്പോൾ അതിൽ സത്യസന്ധത ഉണ്ടോ എന്നുള്ള നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആ പ്രവൃത്തി നമ്മളിൽ ഉണ്ടോ, നന്മയുണ്ടോ, നമ്മളെ ഹൃദയം നല്ലതാണോ, നമ്മളെ ഹൃദയത്തിൽ അശുദ്ധി വല്ലതും ഉണ്ടോ, നമ്മളും അതുപോലൊരു നന്മ നിറഞ്ഞൊരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞാലും ഭഗവാൻ കേൾക്കുകയുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന മക്കളെ കമൻസ് ചെയ്യൂ. മനസ്സിലായാലും ആയില്ലേലും എന്തായാലും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാ ഭക്തമക്കളെയും. എൻ്റെ മക്കൾ ഭാഗവതം കേൾക്കുന്ന ഒത്തിരി ആമക്കളുമുണ്ട് പെമ്മക്കളുമുണ്ട്. എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കണം. കാരണം അറിവില്ലാത്തതിനെ അറിവുണ്ടാവാനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. എന്തെങ്കിലും അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ഭഗവാനെ എന്നെയും എൻ്റെ ഹൃദയത്തെ വിശുദ്ധമാക്കണമേ. എന്തൊക്കെ അറിയാതെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു ഭഗവാനെ. നമ്മുടെ നാക്കിന് രുചിക്കുന്ന മക്കളെ ഒരിക്കലും നമുക്ക് ജീവിതത്തിന് വേണ്ടി ജീവൻ നിലനിർത്താനുള്ള ആഹാരം കഴിക്കണം. നമ്മൾ ഒന്നിനും കൊന്നു തിന്നാതിരിക്കുക, എന്നാലല്ലേ ഭഗവാനും അത് ഇഷ്ടമുള്ളൂ. നമ്മുടെ സഹോദരങ്ങളല്ലേ ഈ മാംസങ്ങളൊക്കെ കഴിക്കുമ്പം അതിനൊക്കെ ദ്രോഹിച്ചും വേദനിപ്പിച്ചും കൊന്ന് കഴിക്കുന്നത്. ആ രുചി വേണ്ടാന്ന് വെച്ച് ത്യജിക്കണം. നമുക്ക് ഇഷ്ടമുള്ളത് ത്യജിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം. അതിന് നമ്മൾ എന്താ അപ്പോൾ ഭഗവാൻ ഭഗവാനെ നമുക്ക് വേണ്ടിയിട്ടാണ് ത്യജിച്ചതെന്ന് ഭഗവാൻ ഉൾക്കൊള്ളും. ആ ഭക്തനോ അവൻ എത്രത്തോളം ഇഷ്ടമായിരുന്ന ഒരു ആഹാരമായി മാംസങ്ങൾ അത് ത്യജിച്ചെങ്കിൽ ഭഗവാനെ അത്രത്തോളം ഇഷ്ടമായിട്ടാണെന്ന് ഭഗവാൻ കാണും. അതുകൊണ്ടേ അങ്ങനെ ത്യജിക്കത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കും ഭഗവാനെയാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ ഭഗവാൻ നമുക്ക് ഒത്തു നിൽക്കും. അല്ലെങ്കിൽ എന്ത് വരും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ത്യജിക്കാൻ വയ്യ, പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനെ കഴിഞ്ഞോളൂ. നമ്മളെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പിന്നെ നന്മ അനുഭവിക്കുന്ന അങ്ങനെയുള്ളവരെന്താ ഇതൊക്കെ കഴിച്ചിട്ടും നന്മ അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മം വെച്ച സുഹൃതം കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തവരായിരിക്കും. അവർക്ക് ആ പുണ്യം തീരോളം നന്മ ഭൂമിയിൽ അതിനാണല്ലോ ജനിച്ചു വരുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് ദോഷം ഇപ്പം ചെയ്താലും അവർക്ക് നന്മ ചെയ്ത് വച്ചതിൻ്റെ അനുഭവം കിട്ടും. പക്ഷേ അത് ആ പുണ്യം തീരുമ്പോൾ നമ്മളിപ്പം ചെയ്ത ദോഷം പിന്നീട് അടുത്ത ജന്മം പ്രവൃത്തിയിൽ വരും. അത് ഒരിക്കലും അതവിടെ കിടക്കത്തില്ല മക്കളെ. അതോളം മനസ്സിലാക്കിയിട്ട് നന്മ തന്നെ ഈ സുഹൃതം ചെയ്തുകൊണ്ട് അന്ന് കഴിഞ്ഞ ജന്മം ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമാണ് ഇപ്പം നന്മ അനുഭവിക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഭഗവാനെ കഴിഞ്ഞ ജന്മം ചെയ്തതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇനി അതുപോലുള്ള നല്ലൊരു ജന്മം ഇനിയും കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇനിയും നന്മ ചെയ്തോണം. ചിലർ എന്താണെന്ന് പറയുമ്പോൾ നന്മ കിട്ടുമ്പോൾ അവരറിയുന്നില്ല എങ്ങനെയാണ് ഇത് നന്മ വന്നതെന്ന്. അവർ വീണ്ടും തിന്മ ചെയ്തും കൊണ്ടായിരിക്കും ഈ നന്മ അനുഭവിച്ച് ഈ ലോക സുഖങ്ങൾ അനുഭവിക്കുന്നത്. അതവിടെ കിടക്കും. ആ പ്രവൃത്തിയുടെ കർമ്മഫലം അവിടെ കിടന്നിട്ട് വീണ്ടും ജനിക്കുമ്പോൾ ഈ ദുഃഖത്തിൻ്റെ നമ്മൾ ചെയ്ത ദോഷം അനുഭവിക്കാൻ വേണ്ടി വരും. അപ്പം തിരിച്ചടി വീണ്ടും ഉണ്ടാകുമെന്നുള്ള മനസ്സിലാക്കിയിട്ട് എത്ര സുഖ സൗകര്യങ്ങളായിട്ട് നമ്മൾ കഴിഞ്ഞാലും നമ്മൾ ഒന്നും കൂടി നമ്മുടെ ഹൃദയം വെടുപ്പാക്കിക്കൊണ്ടേയിരിക്കുക, ദുഷ്ടത്തരം ചെയ്യാതിരിക്കുക. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് നമുക്ക് കിട്ടേണ്ട പാഠം. ഇത് അറിയാത്തതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇങ്ങനെ ആയിപ്പോകുന്നത്. അറിഞ്ഞെങ്കിൽ അവരത് ചെയ്യത്തില്ലല്ലോ. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളിതൊക്കെ പഠിക്കണം. ഇത് മനസ്സിലാക്കി വായിച്ച് പഠിച്ചെങ്കിലേ നമുക്ക് അറിവുണ്ടാവും. ഈ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ അറിയാനാ? ആരും പറഞ്ഞും തരത്തില്ല. അതുകൊണ്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുക. ജനിച്ചും മരിച്ചും വേദനിച്ചും വിഷമിച്ചും ഒരു കുന്നിന് ഒരു കുഴി എന്നതുപോലെ അല്പസുഖവും ഒരുപാട് ദുഃഖമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. എല്ലാവരും അത് മനസ്സിലാക്കി മക്കളെ, ഈശ്വരൻ എന്താണ് നമ്മളോട് പറയുന്നത്, ഈശ്വരൻ്റെ പ്രവൃത്തി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആ പ്രവൃത്തി നമ്മൾ ചെയ്യുക. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുക. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.